അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 ജൂൺ എക്സാമിൻ്റെ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് നോക്കാനുള്ളത്. സാധാരണ പറയുന്നത് പോലെ തന്നെ 3 മണിക്കൂറാണുള്ളത്. 7 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവുന്നതാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തതുകൊണ്ട് മാർക്ക് കൂടാനൊന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 മണിക്കൂറുണ്ടെങ്കിലും ഒരു മണിക്കൂറോണ്ടോ 2 മണിക്കൂറോണ്ടോ എഴുതി തീരാവുന്നതേ ഉള്ളൂ. നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ട്രാൻസ്ലേറ്റ് ദ ഫോളോവിങ് ഇൻ ടു ഇംഗ്ലീഷ്. താഴെ കൊടുത്തിരിക്കുന്നത് ആ ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ഭാഗം നമ്മുടെ 14ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കൊമേഴ്സ് ആൻഡ് മെഡിസിൻ എന്ന് പറയുന്ന ആ യൂണിറ്റിലെ 1ാമത്തെ ടെക്സ്റ്റ് ആയിട്ടുള്ള തിജാറത്ത് ദൗലിയ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിൻ്റെ അവസാന ഭാഗത്തുള്ളതാണ് ഈ ഒരു ടെക്സ്റ്റ്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതൊക്കെ അധികം നമ്മുടെ ടെക്സ്റ്റിലെ ഭാഗം തന്നെയാണ് വരിക. അപ്പോൾ ഒരു പ്രാവശ്യം അതൊന്ന് അർത്ഥം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഭാഗം. ഇന്റർനാഷണൽ ട്രേഡ് മേ ഗീവ് കൺസ്യൂമർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ അവസാനത്തെ 2 പാരഗ്രാഫാണ്. അവസാനം ഇമ്പാക്ട് ഓൺ ദ ഇന്റർനാഷണൽ ട്രേഡ് സിസ്റ്റം എന്ന് പറയുന്നത് വരെയുള്ള ആ 2 പാരഗ്രാഫിൻ്റെ അറബിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ അറബിയും ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റിലുള്ള അറബി ഒരു പ്രാവശ്യം വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തതും ട്രാൻസ്ലേഷൻ തന്നെയാണ്. അത് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതാണ്. അത് നമ്മുടെ ടെക്സ്റ്റിലെ 14ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അതേ യൂണിറ്റിൽ നിന്നുള്ള ഇ കൊമേഴ്സ് ആൻഡ് ടെലിമെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നുള്ളതാണ് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു പാരഗ്രാഫും അതിന് ശേഷമുള്ള പാരഗ്രാഫും ഏതുവരെ മിസ്ല അജ്ഹിസതി ഈക്കോ മീൻ ആമസോൺ എന്ന് പറയുന്നുണ്ടല്ലോ. ആ ആമസോൺ എന്ന് പറയുന്ന ആ 2 പാരഗ്രാഫാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും പാഠത്തു നിന്നുള്ള 2 പാരഗ്രാഫാണ് ട്രാൻസ്ലേഷൻ വരാനുള്ളത്. ഇനി അത് പഠിച്ചിട്ടില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാനുള്ളൂ. പിന്നെ അടുത്തതൊക്കെ വരുന്നത് വാക്കുകളുടെ അർത്ഥം പറയാനുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. ഏതായാലും അടുത്ത് നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നുള്ളത് മേക്ക് സെൻറ്റൻസ് യൂസിങ് ഫോളോവിങ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് ആൻഡ് ട്രാൻസ്ലേറ്റ് ദം ഇൻ ടു ഇംഗ്ലീഷ്. താഴെ കൊടുത്തിട്ടുള്ള വേർഡുകൾ അല്ലെങ്കിൽ എക്സ്പ്രഷനുകൾ ഇവയെ എന്ത് ചെയ്യുക, ഇതിനെ ജുംല ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ പാഠങ്ങളിൽ നിന്നുള്ള വാക്കുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒരേ പാഠത്തു നിന്നുള്ള ഒരേ വാക്കുകളല്ല വരുന്നത്, മറിച്ച് എന്താണ് എല്ലാ പാഠത്തു നിന്നും മിക്സ് ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാനത്തിലുള്ള ആ ഒരു വേർഡുകളും മീനിങ്ങുകളും കൊടുക്കുന്ന ഒരു ഭാഗം, ആ ഭാഗം നല്ലപോലെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരുപാട് 2-3 ക്വസ്റ്റ്യനുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ശരിക്കും ആ ഒരു ഭാഗം മീനിങ്ങും ആ വേർഡുകളും പറയുന്ന ആ ഭാഗം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസറുകൾക്കും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. കാരണം ഈ ആദ്യത്തെ ട്രാൻസ്ലേഷനിലും ആ ഒരു വാക്കുകൾ തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന വാക്കുകൾ നോക്കാം. ഈ വാക്കുകൾ ഏറെക്കുറെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരുപാട് ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നമുക്ക് ഏതായാലും നോക്കാം. ആദ്യമായിട്ടുള്ളത് അൽ ഇൽമു വ ടെക്നോളജിയാണ്. അത് നമുക്കറിയാം, സയൻസ് ആൻഡ് ടെക്നോളജി. ഷാഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ എന്നുള്ളതാണ്. ജവ്വാൽ മൊബൈൽ ഫോണാണ്. അൽ അക്മാറു സിനാഇയ അഥവാ സാറ്റലൈറ്റ്. 5ാമതായിട്ടുള്ളത് തഖദ്ദുമുൽ ഹായിൽ, ഹ്യൂജ് പ്രോഗ്രസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഇൻജാസാദ് അച്ചീവ്മെൻറ്റ്സ്. അസ്സൗറത്തുൽ സിനാഇയ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. 8ാമതായിട്ടുള്ളത് അസ്സക്കാഉൽ ഇസ്തിനാഇ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 9ാമതായിട്ടുള്ളത് മുഖ്തബറാത്ത് ലബോറട്ടറീസ്. 10ാമതായിട്ടുള്ളത് അൽ കഷ്ഫു അൻ മഅലൂമാത്തിൻ ഗൈർ മുസറഹ് ബിഹ അഥവാ അൺഓതറൈസ്ഡ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ എന്നുള്ളതാണ്. കഷ്ഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്ലോഷർ, മാലൂമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ, ഗൈർ മുസറഹ് ബിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തുള്ളത് തന്നെയാണ്, നമുക്കറിയാവുന്ന അർത്ഥങ്ങൾ തന്നെയാണ്. അത് ജുംലയിലാക്കുക, എന്നിട്ട് അതിനെ ഇംഗ്ലീഷ് എഴുതുക. ജുംല ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആദ്യം തന്നെ ജുംല എഴുതിയാണ്ട് പിന്നെ അതിന് ഇംഗ്ലീഷ് അന്വേഷിക്കാൻ നിൽക്കരുത്. ആദ്യം ഇംഗ്ലീഷും അറബിയും അറിയുന്നതായിട്ടുള്ള ജുംല എഴുതാൻ നിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ പിന്നെ ആദ്യം അറബി എഴുതിയാണ്ട് പിന്നെ ഇംഗ്ലീഷ് കിട്ടാത്ത അവസരത്തിൽ പിന്നെ അത് വെട്ടുക, ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. രണ്ടും ആദ്യം അറബിയും ഇംഗ്ലീഷും നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക, എന്നിട്ട് മാത്രം അതിൻ്റെ ജുംല ഉണ്ടാക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ജുംല ഉണ്ടാക്കുമ്പോൾ വളരെ ഹൈ കോംപ്ലക്സ് ആയിട്ടുള്ള ജുംലയൊന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ജുംലകൾ തന്നെ ഉണ്ടാക്കിയാൽ മതിയാവും. കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ജുംലകളൊക്കെ ഉണ്ടാക്കി അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടും. ഇവിടെ നമ്മുടെ സ്കില്ല് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാതെ ഇവർ നമ്മളെ അറിയില്ല, നമുക്ക് അവരെ അറിയില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ജുംല ഉണ്ടാക്കിയാൽ മതി. വെറുതെ ബുദ്ധിമുട്ടിയാണ്ട് റിസ്ക് എടുത്താണ്ട് മാർക്ക് കളയേണ്ട ആവശ്യമില്ല. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 4ാമത്തെ മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ഉറപ്പായിട്ടും വരും എന്നുള്ള ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു.
അത് നമ്മുടെ പാഠഭാഗം എന്നുള്ളത് 9 മാച്ച് ദ ഫോളോയിങ് ആണുള്ളത്. അതിൽ ഒരു ഭാഗം തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അവസാന ഭാഗം എന്നുള്ള ഒരു യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അഥവാ നമുക്ക് നോക്കാം. ഇതിൽ അവസാനം നിങ്ങൾ ഈ ടെക്സ്റ്റിലുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ അവസാനം ഒരു കള്ളി കൂടെ ബാക്കിയുണ്ട്. ഇതിൽ 10 കള്ളികളേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ 11 കള്ളികളുണ്ട്. അവസാനം അൽ ബസ്, അതേപോലെ തന്നെ അതിന് നേരെ വിപരീതമായിട്ട് മലീഷ്യസ് അറ്റാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ഭാഗം വന്നിട്ടില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള ഇൻവിജിലേറ്റേഴ്സും ടീച്ചേഴ്സും അവർക്ക് എന്താവുകയില്ല, അവർ ഈ അറബി അറിയുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. അതേപോലെ തന്നെ ഈ വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവരോടൊന്നും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. മറിച്ച് എന്ത് ചെയ്യണം, നമുക്ക് അറിയും എന്തുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബസ് അതേപോലെ തന്നെ മലീഷ്യസ് അറ്റാക്കേഴ്സ്, അത് നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടെ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതണ്ട, നമ്മുടെ ആൻസർ പേപ്പേഴ്സാണ് അവർ നോക്കുക. അതുകൊണ്ട് ആൻസർ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതുക. നമുക്ക് ഏതായാലും നോക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ആ ഒരു ഓർഡറിലല്ല പറയുന്നത്, ഏതായാലും നോക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം ഏതായാലും ആ ഒരു ഓർഡറിൽ നോക്കി പോവാം. അൽ ഖുർസാനത്തുൽ അഖ്ലാഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ തൻസീഖുർ റഖമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫോർമാറ്റ് എന്നാണ്. മൂന്നാമത്തെ അർ റഖംന എന്നുള്ളത് ഡിജിറ്റൈസേഷൻ എന്നുള്ളതിനാണ് യോജിക്കുന്നത്. അഞ്ചാമത് തത്ബീഖാത്ത് എന്നുള്ളത് ആപ്ലിക്കേഷനോടാണ് യോജിക്കുന്നത്. ആറാമത് അൽ ബിനിയത്തു തഹ്തിയ എന്നുള്ളത് ഇൻഫ്രാസ്ട്രക്ചറിനോടാണ് യോജിക്കുന്നത്. ഏഴാമത്തത് അൽ അജ്ഹിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സോഫ്റ്റ്വെയർ അല്ല ഹാർഡ്വെയർ എന്നുള്ളതിനോടാണ് യോജിക്കുന്നുള്ളത്. അതേപോലെ തന്നെ ബർമജിയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനോടാണ് മാച്ചാവുന്നത്. സൂൽ ഇസ്തിഖ്ദാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്യൂസ് 9ാമതിനോടാണ് മാച്ചാവുന്നത്. അതേപോലെ തന്നെ അൽ മുഹാജിഊൻ അൽ ഖബ്സ അതിനോട് മാച്ചാവുന്നത് ശരിക്കും മലീഷ്യസ് അറ്റാക്കേഴ്സ് എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് ശരിക്കും പഠിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ അവസാനമുള്ള ബ്രോഡ്കാസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യും, എടുത്ത് ചെയ്യും. പക്ഷേ അങ്ങനെ എഴുതാൻ പാടില്ല. മറിച്ച് മലീഷ്യസ് അറ്റാക്ക് അൽ മുഹാജിഊൻ അൽ ഖബ്സ എന്നുള്ളതിനോട് അവിടെ മലീഷ്യസ് അറ്റാക്കേഴ്സ് എന്നുള്ളതാണ് ശരി. അതേപോലെ തന്നെ തശ്ബീഖ് എന്നുള്ളതിന് ശരി ഏതാണ്, നമ്മുടെ ഒന്നാമത്തായിട്ടുള്ള നെറ്റ്വർക്കിംഗ് എന്നുള്ളതാണ്. പിന്നീട് 11ാമതായിട്ട് ഒന്നും കൂടിയുണ്ട്. അതായിരുന്നു അത് ബസ് എന്നുള്ളതാണ്, അഥവാ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളതാണ്. ആ ബസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ അറബി എന്നുള്ളത് അൽ മുഹാജിമുൽ ഹബ്സ എന്ന് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് ബ്രോഡ്കാസ്റ്റ് എന്ന് ബാക്കിയുണ്ട്. അപ്പോൾ മുഹാജിമുൽ ഹബ്സ എന്നുള്ളതിൻ്റെ അറബി എന്താണ്, അത് മലീഷ്യസ് അറ്റാക്കേഴ്സ് ആണ്. ബ്രോഡ്കാസ്റ്റ് എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്, അൽ ബസ് എന്നുള്ളതാണ്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ അടുത്തതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ദ മീനിങ് ഓഫ് ഫോളോവിങ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ്. താഴെ നൽകിയിട്ടുള്ള വേർഡുകളുടെ എക്സ്പ്രഷനുകളുടെ അർത്ഥം എഴുതാനുള്ളതാണ്. ഇംഗ്ലീഷിൽ അർത്ഥം എഴുതണം. ഒന്നാമതായിട്ട് ഇസ്തിൻസാഹുൽ ബശരി, അതിൻ്റെ അർത്ഥം പറയുന്നത് ഹ്യൂമൻ ക്ലോണിംഗ് ആണ്. രണ്ടാമത്തത് ടെക്നോളജി അൽ ഹൈവിയ, ബയോടെക്നോളജി എന്നാണ്. മൂന്നാമത്തത് റംസുൽ ഇസ്തിജാബത്തു സരിയ, QR കോഡ് അതിൻ്റെ ഫുൾ ഫോം കൂടി ഏതാണ് നന്നായിരിക്കും, ക്യുക്ക് റെസ്പോണ്ടിങ് കോഡ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാലാമതായിട്ടുള്ളത് അസഗ്റാത്തുൽ അംനിയ, അത് സെക്യൂരിറ്റി വൾനറബിലിറ്റീസ്. അഞ്ചാമതായിട്ടുള്ളത് നിലാമു തഹദീദിൽ മവാക്കിൽ ആലമി എന്നാണ്, അഥവാ GPS-ൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് വരുന്നത്. അതേപോലെ തന്നെ ആറാമതായിട്ടുള്ളത് കായിദത്തുൽ ബയാനാത്ത്, അഥവാ ഡാറ്റ ബേസ് ആണ്. ആറാമതെന്നുള്ളത് അൽ ഹോസിബത്തു സഹാവിയ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. എട്ടാമതായിട്ടുള്ളത് അൽ ബിനിയത്തു തഹ്തിയ, അഥവാ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ്. ഒമ്പതാമതായിട്ടുള്ളത് അഷഹാത്തു റഖമിയ, അഥവാ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. പത്താമതായിട്ട് മുലഫാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽസ് എന്നാണ് അർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഈ അർത്ഥം ആറാമത്തായിട്ടുള്ളതും അർത്ഥം എഴുതാനുള്ളത് തന്നെയാണ്. അത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷോടെ കൊടുത്തിട്ടുണ്ട്, അതിന് അറബി എഴുതാനുള്ളതാണ്. നമുക്ക് നോക്കാം. ഗ്ലോബൽ ലോക്ക്ഡൗൺ എന്നുള്ളതിന് അൽ ഇഅലാഖുൽ ആലമി എന്നാണ് വരുന്നത്. രണ്ടാമത്തത് ഓൺലൈൻ കൺസൾട്ടേഷൻ, അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് അൽ ഇസ്തിഷാർ അൻ ബുഅദ് എന്നുള്ളതാണ്. മൂന്നാമത് ഹെൽത്ത് കെയർ ഇൻ ഡിജിറ്റൽ ഏജ്, അതിന് അരിയാത്തു സിഹയ്യത്തു ഫിൽ അസ്റിൽ ഹദീസ് എന്നുള്ളതാണ്, ഫിൽ അസ്രിൽ റഖമി എന്നുള്ളതാണ്. നാലാമതുള്ള എഫിഷ്യൻസിക്ക് കഫാത്ത് എന്നാണ് പറയുക. അഞ്ചാമത് പോപ്പുലാരിറ്റിന് ഷഅബിയ്യത്ത് എന്നാണ് പറയുക. ആറാമത് സ്മാർട്ട് വാച്ചസിന് സഅത്തുൻ ദക്കിയ്യത്ത് എന്നാണ് പറയുക. ഏഴാമതായിട്ടുള്ളത് പാൻഡമിക്കിന് അൽ ജായിഹ എന്നാണ് പറയുക. എട്ടാമതായിട്ടുള്ളത് വേൾഡ് വൈഡ് വെബ്, അഥവാ ഇൻ്റർനെറ്റ് എന്നാണ്, അല്ലെങ്കിൽ ശബക്കത്തുൽ ആലമി എന്നും പറയാം. ഒമ്പതാമതായിട്ടുള്ളത് ഡിവൈസ് തന്നെ അജിഹിസത്ത് എന്നാണ് കൊടുക്കേണ്ടത്. പത്താമതായിട്ടുള്ളത് ലിയാത്തുദ്ദം,
അതിന് ബ്ലഡ് പ്രഷർ ലിയാത്തുദ്ദം അഥവാ ബ്ലഡ് പ്രഷർ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്താണ് നമുക്ക് വാക്കുകൾ നിന്നിട്ടുള്ളത്. ഇവിടെ ഈ വാക്കുകൾക്ക് അർത്ഥം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചില ഭാഗത്തൊക്കെ നമുക്ക് ജം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ ജം ആയിട്ട് തന്നെ അർത്ഥം എഴുതണം, അഥവാ മുഫ്രദായിട്ട് അർത്ഥം എഴുതിയാൽ മതിയാവുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്മാർട്ട് വാച്ചസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് പ്ലൂറലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാഅത്തുൻ ലക്കിയത്ത് എന്ന് എഴുതിയാൽ മതിയാവില്ല, മറിച്ച് സാഅത്തുൻ ലക്കിയത്ത് ജം ആയിട്ട് തന്നെ എഴുതണം. ആ കാര്യം ജം മുഫ്രദ് എന്ത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായിട്ടുള്ളത് 7ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് റൈറ്റ് ദ സമ്മറി ഇൻ അറബിക് ഓർ ഇംഗ്ലീഷ്. അറബിയിലോ ഇംഗ്ലീഷിലോ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് മനസ്സിലാക്കി ഒരു സമ്മറി എഴുതാനുള്ളതാണ്. നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ള ഭാഗം തന്നെയാണ്. ആ ഒരു ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാകും. നമ്മുടെ മോഡേൺ ടെക്നോളജിക്ക് വരുന്ന സമയത്ത് ആ ഒരു കാലത്തിലേക്ക്, ഇന്നത്തെ കാലത്തിലേക്ക് ഒരാൾ എന്താണ് മുമ്പ് കാലത്ത് ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ള ഒരാൾ എന്താണ് തിരിച്ചു വരികയാണെങ്കിൽ അയാൾ ഈ ഭൂലോകം കണ്ടാൽ അത്ഭുതപ്പെടും. ആ ഒരു രീതിയിലുള്ള ഒരു ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് ഒരു ചെറിയ അടി കിട്ടിയാൽ തന്നെ നമുക്ക് അതിനെ പറ്റിയാണ്ട് എഴുതാൻ കഴിയാവും. അതേപോലെ തന്നെ ഈ അവസാനത്തെ ക്വസ്റ്റ്യനൊക്കെ എഴുതുന്ന സമയത്ത് സമ്മറി എഴുതാനുള്ളതാണ്. സമ്മറി 20 മാർക്കുണ്ട്. അപ്പോൾ രണ്ട് പേജെങ്കിലും ചുരുങ്ങിയത് എന്ത് ചെയ്യണം, എഴുതണം. ഏതായാലും ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ പരമാവധി ഈ സമ്മറി എഴുതാൻ നിൽക്കുന്ന, നമുക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് അറിയുമെന്നുണ്ടെങ്കിൽ സമ്മറി എഴുതാൻ നിൽക്കുന്നതാണ് നല്ലത്. കാരണം സമ്മറി എഴുതി കഴിഞ്ഞാൽ അതിനെന്താണ് കറക്റ്റ് മാർക്കായിരിക്കില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാർക്കായിരിക്കും. പക്ഷേ ഈ വേർഡുകളുടെ അർത്ഥം എഴുതാനും മാച്ച് ചെയ്യാനുള്ളതും ജുംല ഉണ്ടാക്കാനുള്ളതും ട്രാൻസ്ലേഷനൊക്കെ ആണെങ്കിൽ അതിന് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ അവസാനത്തിലുള്ള മീനിങ്ങുകൾ, നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാനത്തിലുള്ള വേർഡ്സും മീനിങ്സും അത് പഠിച്ചാൽ തന്നെ ഇതിൽ 6 ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ട്രാൻസ്ലേഷൻ ആണെങ്കിലും, വാക്കുകൾ കറക്റ്റ് ചെയ്താനുള്ളതാണെങ്കിലും, ജുംല ഉണ്ടാക്കാനുള്ളതാണെങ്കിലും, മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും, അവസാനത്തെ സമ്മറി അല്ലാത്ത ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് വേർഡുകളുടെ അർത്ഥം മാത്രം പഠിച്ചാൽ തന്നെ ആൻസർ ചെയ്യാൻ കഴിയുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണെന്നുള്ളത്. ഏതായാലും നല്ലപോലെ പഠിക്കുക, ഒരുപാട് ബുദ്ധിമുട്ടില്ല, വളരെയധികം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.